ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വമ്പൻ ലോട്ടറിക്കുള്ള വകയാണ് കോൺഗ്രസ് ആയിട്ട് ഇനി ഒരുക്കി നൽകാൻ പോകുന്നത്. യാദവകുലം പോലെ പരസ്പരം അടിച്ച് അവസാനിക്കാനുള്ള സാധ്യത ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിൽ ശരിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സജീവമാകുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിലെ പോരാട്ട ചിത്രവും ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് KC പക്ഷക്കാർ ഒരു ഭാഗത്തും മറുഭാഗത്ത് KC വിരുദ്ധരും എന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ KC പക്ഷക്കാർ വിജയിച്ച് MLA ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിലെ സകല ഗ്രൂപ്പുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാലം വലി പാരമ്പര്യമായി തന്നെ ഒരു ശീലമായതുകൊണ്ട് ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത്. അതായത് കോൺഗ്രസിനെ വീഴ്ത്താന് ഇടതുപക്ഷത്തിന് വല്ലാതെ വിയർപ്പൊഴുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നതാണ് എന്തായാലും വ്യക്തമാകുന്നത്. ഇപ്പോഴും സംസ്ഥാന കോൺഗ്രസിൽ ശക്തമായിട്ടുള്ള അടിത്തറ AI ഗ്രൂപ്പുകൾക്കുണ്ട്. അത്തരമൊരു അടിത്തറ VD സതീശനും KC വേണുഗോപാലിനും ഇല്ല എന്നതാണ് അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് AI ഗ്രൂപ്പുകൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. MLA-മാരുടെ തല എണ്ണി നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന രീതി 2021 തന്നെ കോൺഗ്രസ് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ I ഗ്രൂപ്പിനുണ്ടായിട്ടും രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാതെ VD സതീശനെ KC വേണുഗോപാൽ ഇടപെട്ട് പ്രതിഷ്ഠിച്ചത് ശരിക്കും അത് സതീശനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നായിരുന്നില്ല. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യം പൊളിക്കാതെ തനിക്ക് 2026 മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്ന KCയുടെ ഒരു വലിയ തിരിച്ചറിവിൽ പറഞ്ഞ ബുദ്ധിയായിരുന്നു അത്. അതിപ്പോൾ വൈകിയാണെങ്കിലും സതീശനും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ട് നേതാക്കൾക്കും മുമ്പ് ചെന്നിത്തലയുടെ കീഴിൽ ഒരേ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ഒരു പരിചയം ഉള്ളതിനാൽ ചെന്നിത്തല എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. ആ ഭയം തന്നെയാണ് തെരഞ്ഞെടുപ്പിന് 5 മാസം മുമ്പേ കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ KCയെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്.